My health, my life. വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി ആഷ് ബുഷ്. ഇന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഹെഡ് ഏക്കും അതുപോലെ മൈഗ്രെയിനും. അസഹ്യമായ മൈഗ്രെയിൻ വന്നാൽ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് സെൽഫായിട്ട് ഫുഡ് റിഫ്ലക്സോളജിയിൽ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടോ ഓഫീസിലിരുന്നു കൊണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫുഡ് റിഫ്ലക്സോളജി. അപ്പോൾ അതിലേക്ക് നോക്കാം. നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോഴെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭാഗം വരുന്ന ബ്രെയിൻ ആണ്, ഇത് വരുന്നതാണ് പീറ്റ്യൂട്ടറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് പീറ്റ്യൂട്ടറി ഗ്ലാൻസ്. ഇത് നമുക്ക് ഇതിപ്പോ നമുക്ക് നാപ്പ് ഏരിയ വരുന്നുണ്ട്, അതുപോലെ നെക്ക് വരുന്നുണ്ട്, സൈഡ് നെക്ക് വരുന്നുണ്ട്, ഇവിടെ പീനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും സൈനസ് ഏരിയ ആണ്. ഇതൊക്കെ ഇവിടേക്ക് കാണുന്നതൊക്കെ സൈനസ് ആണ്. അതുപോലെ നമുക്ക് ഹെഡായിട്ടും നമുക്കിതിനെ ഒന്ന് സങ്കല്പിച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇയർ, ഐ, ഇതൊക്കെ നമുക്കിവിടെ ഈ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ തമ്പ് വാക്കിംഗ് ചെയ്യാം. അതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയും ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്ത ശേഷം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ ഹെഡിന്റെ ഭാഗത്തേക്ക് ഇതേപോലെ തമ്പ് വാക്കിംഗ് ചെയ്യാം.